ഹെഡിങ് പ്രിപ്പോസിഷൻ. മാക്സിമം 8 മണിക്ക്, അതായത് പറയുന്ന ടൈം കറക്റ്റ് ടൈമിന് തന്നെ വന്നൊന്ന് ജോയിൻ ചെയ്തു. കാരണം സ്ക്രീൻ ഷെയർ ചെയ്യണ കാരണം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി ജോയിൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ മാക്സിമം ആ കറക്റ്റ് ടൈമിന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ എല്ലാവരും. ഓക്കെ. പ്രിപ്പോസിഷൻ നിങ്ങൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. പ്രിപ്പോസിഷൻ എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾ സാധാരണ ഒരു സെന്റൻസിൽ മെയിനായിട്ട് കാണുന്ന ഒരു പോർഷൻ ആണ് എന്ത്? പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ. നൗൺ എന്താ, പ്രൊനൗൺ എന്താന്നുള്ളത് അറിയാലോ അല്ലെ? ആർക്കെല്ലാം അറിയാത്തുണ്ടെങ്കിൽ പറഞ്ഞു പറയാം, മോശം വിചാരിക്കണ്ട. ഓക്കെ, അത് നമുക്ക് ബേസിക്സ് ഒക്കെ കവർ ചെയ്ത് പോയാലേ അത് മനസ്സിലായാലേ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ആവുള്ളൂ. നൗൺ എന്താ പ്രൊനൗൺ എന്താന്ന് അറിഞ്ഞാലേ ഞാൻ പിന്നെ ക്ലാസ് എടുക്കുന്ന നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞു, ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അതിനധികം സമയം വേണ്ട. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതും പറഞ്ഞ് സമയം കളയേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ്. ഓക്കെ, നൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നെയിം, പ്രോനൗൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹി ഷീ അങ്ങനെയൊക്കെ യൂസ് ചെയ്യില്ല. അതായത് നൗണിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ഹി ഷീ ഹെർ അങ്ങനെ പറയുന്നത്, അതിനെയാണ് പ്രോനൗൺ എന്ന് പറയാം. അപ്പം എ പ്രൊപ്പോസിഷൻ ഓൾവേസ് ഗോസ് വിത്ത് എ നൗൺ ഓർ പ്രോനൗൺ വിച്ച് ഈസ് കോൾഡ് ദ ഒബ്ജക്റ്റ് ഓഫ് ദ പ്രിപ്പോസിഷൻ. The preposition is almost always before the noun or pronoun, and that is why it is called a preposition. എന്താണ് അതിൽ പറയണേ? ഞാൻ ഈ നോട്ട്സ് ഇട്ട് തരാം കേട്ടോ. ഇതിലെന്താണ് പറയുന്നത്? പ്രിപ്പോസിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നൗണിൻ്റെയോ അല്ലെങ്കിൽ നൗണിൻ്റെയോ മുൻപിൽ വരിക, അത് ബിഫോർ പാർട്ടിൽ. ഓക്കെ, ബിഫോർ പാർട്ടിലാണ് നമ്മളെപ്പോഴും പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുക. പ്രിപ്പോസിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന വേർഡ്സ് ആണ്. അതായത് ഓൺ, അറ്റ്, ഇൻ, പിന്നെ ഫോർ, ഓഫ്, ഇങ്ങനത്തെ ഇങ്ങനെയൊക്കെ നമ്മുടെ ചില പൊസിഷൻസ് അല്ലെങ്കിൽ ടൈം, എന്തിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, എന്തിനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്, ഇതിനെ പറ്റിയാണ് നമ്മൾ ആ ഒരു സെന്റൻസിൽ പറയുന്നത്. അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈമിനെ അല്ലെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് ഒരു പൊസിഷനെ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്? പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ എന്നുള്ള പേര് വരാൻ കാരണം അത് നൗണിൻ്റെയും അല്ലെങ്കിൽ പ്രോനൗണിൻ്റെയും മുൻഭാഗത്തായിട്ട്, ഫസ്റ്റ് ആയിട്ട്, അതിൻ്റെ മുന്നിലായിട്ടാണ് മോസ്റ്റ് ഓഫ് ദ ടൈമും അത് വരിക. ഈ പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഓൺ, ഓഫ്, അതൊക്കെ ഏതാണോ നൗണ് അതിൻ്റെ മുന്നിലായിട്ടാണ് വരിക. അതുകൊണ്ടാണ് പ്രീ പൊസിഷൻ, നൗണിന്റെ പ്രീ പൊസിഷനിലാണ് വരുന്നത് കൊണ്ടാണ് പ്രിപ്പോസിഷൻ എന്നതിനെ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ ടോപ്പിക് ആദ്യത്തെ നമുക്കത് ആദ്യം തന്നെ ഞാൻ എല്ലാ എന്താ പറയുക പ്രിപ്പോസിഷൻ ഏതൊക്കെയാണെന്നുള്ളത് അങ്ങനെ തരുന്നതിന് പകരം പ്രിപ്പോസിഷൻ ടൈമിന് യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്, പ്ലേസിന് യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്, ലൊക്കേഷന് യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്, അങ്ങനെ തരം തിരിച്ച് തരാം. അപ്പോൾ കൺഫ്യൂഷൻ ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്ക് പ്രിപ്പോസിഷൻസ് ഓഫ് ടൈം. ടൈമിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻസ് ഏതൊക്കെയാണ്? എന്താണ്? പ്രിപ്പോസിഷൻസ് ഓഫ് ടൈം ഏതൊക്കെയാണ്? പ്രിപ്പോസിഷൻ ടൈമിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാ? അറ്റ് യൂസ് ചെയ്യും, പിന്നെ ഓൺ യൂസ് ചെയ്യും, പിന്നെ ഏതാ യൂസ് ചെയ്യുക? ഇൻ യൂസ് ചെയ്യും. ഓക്കെ, ഈ മൂന്നെണ്ണമാണ് ടൈമിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള പ്രിപ്പോസിഷൻസ്. ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്തെടുക്കണമെങ്കിൽ നോട്ട് ചെയ്തെടുക്കാം. ഈ നോട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്യും, പക്ഷേ ഞാനെപ്പോഴും പറയുന്ന പോലെ അതിനാണ് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും നിങ്ങൾക്ക് റിവൈസ് ചെയ്യുമ്പോൾ പഠിക്കാനായിട്ട്. അപ്പം അറ്റ് യൂസ് ചെയ്യുന്നത്, വി യൂസ് അറ്റ് ടു ഡിസിഗ്നേറ്റ് സ്പെസിഫിക് ടൈംസ്. സ്പെസിഫിക് ആയിട്ട് ഒരു ടൈമിനെ പറയാൻ വേണ്ടിയിട്ടാണ് എന്ത്? അറ്റ് യൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ പറയാണ് ദ ട്രെയിൻ ഈസ് ഡ്യൂ അറ്റ് 12:15 PM. അതായത് പ്രത്യേക അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ ടൈം ഇത്രയാണെന്നുള്ളത്. അല്ലെങ്കിൽ ഞാനിന്ന് പറഞ്ഞില്ലേ ക്ലാസ്സിൻ്റെ ടൈം എന്തിട്ടാ പറഞ്ഞേ?
8 to 9 അല്ലേ? അതല്ലേ നമ്മുടെ ക്ലാസ്സിന്റെ ഡ്യൂറേഷൻ പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക എപ്പോഴാണ്? എന്താ യൂസ് ചെയ്യുക? അറ്റ്. അത് ഞാൻ എന്താ പറയുക, ടൈം എന്ന് പറഞ്ഞ് വെറുതെ കോളനിട്ട് തന്നു. ഇല്ല, ഞാൻ ആ സെന്റൻസിലാണ് തരുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയാ വരിക? അതിന്റെ മുന്നിൽ അറ്റ് വരും. അറ്റ് 8 PM ആയിരിക്കും. ഓക്കെ. പിന്നെ നെക്സ്റ്റ് വി യൂസ് ഓൺ. അറ്റിന്റെ പറഞ്ഞു എന്താണ്? സ്പെസിഫിക് ടൈം. ഓക്കെ, സ്പെസിഫിക് ടൈം അറ്റ്. ഇനി ഓൺ. ഓൺ എങ്ങനെയാ യൂസ് ചെയ്യുക? വി യൂസ് ഓൺ ടു ഡെസിഗ്നേറ്റ് ഡേയ്സ് ആൻഡ് ഡേറ്റ്സ്. ഡേയ്സ് ആൻഡ് ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേയ്സും ഡേറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ അങ്ങനെ പറഞ്ഞിട്ടുള്ളതല്ലേ, അതാണ് ഡേ. ഓക്കെ. ഡേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു പറയാണ് 11th of July അല്ലെങ്കിൽ 18th of August ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഡേറ്റ്. ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ അത് പറയുന്നതിനെയാണ് ഡേ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഒരു ഡേറ്റിനെയോ അല്ലെങ്കിൽ ഡേയ്സിനെയോ പറയുകയാണെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യും? ഓൺ യൂസ് ചെയ്യും. ഡേയ്സ് ആൻഡ് ഡേറ്റ്. ഓക്കെ. പിന്നെ ഇൻ. ഇൻ എപ്പോഴാണ് യൂസ് ചെയ്യുക? സോറി, ഞാൻ ഈ ഓണിന്റെ 2 എക്സാമ്പിൾസ് പറഞ്ഞുതരാം. അതായത് ഡേ യൂസ് ചെയ്യുന്നതും ഡേറ്റ് യൂസ് ചെയ്യുന്നതും. ഒന്ന്, മൈ ബ്രദർ ഈസ് കമ്മിങ് ഓൺ മൺഡേ. മൈ ബ്രദർ ഈസ് കമ്മിങ് ഓൺ മൺഡേ. മൺഡേ എന്നുള്ളത് അത് ഡേ ആണ് അല്ലേ? മൈ ബ്രദർ ഈസ് കമ്മിങ് ഓൺ മൺഡേ. ഓക്കെ. അതില് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ത്? ഓൺ മൺഡേ. മൺഡേ എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് അതെന്തിനാ ഡിനോട്ട് ചെയ്യണേ? ഡേറ്റിനെയാണോ ഡേനാണോ? ഡേനെയാണ് ഡിനോട്ട് ചെയ്യണത്. അപ്പോൾ മൺഡേ എന്ന് വന്നതുകൊണ്ട് അവിടെ ഓൺ യൂസ് ചെയ്തു. ഓക്കെ. ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വി ആർ ഹാവിങ് എ പാർട്ടി. വി ആർ ഹാവിങ് എ പാർട്ടി on the 4th of July. Okay. We are having a party on the 4th of July. 4th of July എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? 4th of July എന്ന് പറഞ്ഞിട്ട് എന്താ? എന്ന് പറഞ്ഞാൽ എന്താ? ജൂലൈ 4. ആ ഡേനെയാണ് പറയണത്. പ്രത്യേക ആ ഒരു ഡേറ്റിനെ എടുത്ത് പറയുന്നതാണ്. 4th of July എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂലൈ 4. ഈ ജൂലൈ 4 എന്ന് പറഞ്ഞ ഈ ഡേറ്റിൽ നമ്മളൊരു പാർട്ടി നടത്തുന്നുണ്ട്. ഓക്കെ. അതുകൊണ്ട് അതിന്റെ ഫ്രണ്ടിൽ ഇത് വന്നു, ഓൺ വന്നു. മനസ്സിലായോ? ഓണും അറ്റും മനസ്സിലായോ? മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിക്കാൻ, ഞാൻ വീണ്ടും പറഞ്ഞു തരാം. ഓക്കെ, ആരൊന്നും പറയാത്തത് കൊണ്ട് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇന്ന്. അവിടുന്ന് ആരും ഇടാൻ സ്ഥലമില്ല, അതുകൊണ്ട് ഇവിടെ എഴുതാണ് കേട്ടോ. ഇൻ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഇൻ യൂസ് ചെയ്യുന്നത് വി യൂസ് ഇൻ ഫോർ നോൺ സ്പെസിഫിക് ടൈംസ് ഡ്യൂറിങ് എ ഡേ, എ മന്ത്, എ സീസൺ ഓർ എ ഇയർ. അതായത് സ്പെസിഫിക് അല്ലാതെ ഒരു സമയം പറയാ, ഒരു സമയം, ഒരു ഡേറ്റ് പറയാണ്. സ്പെസിഫിക് അല്ല. ഇപ്പോൾ ഉദാഹരണം, ഷീ ലൈക്സ് ടു ജോഗ് ഇൻ ദ മോർണിംഗ്. ഷീ ലൈക്സ് ടു ജോഗ് ഇൻ ദ മോർണിംഗ്. പക്ഷെ ടൈം പറഞ്ഞിട്ടില്ല അല്ലെ? മോർണിംഗിൽ എപ്പോൾ വേണമെങ്കിലും ആവാം. മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ എപ്പോൾ വേണമെങ്കിലും ആവാം. സ്പെസിഫിക് ആയിട്ട് ഒരു ടൈം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവിടെ എന്ത് വരും? ഇൻ യൂസ് ചെയ്യും. അതായത് നോൺ സ്പെസിഫിക് ടൈംസ് during a day, a month, a season or a year. Okay.
അതായത് ഒരു ഡേയുടെ നോൺ സ്പെസിഫിക് ആയിട്ട് ഒരു ടൈം പറയാണ്. ടൈം പറയുന്നുണ്ടോന്ന് ചോദിച്ചാൽ ടൈം പറയുന്നുണ്ട്, മോർണിംഗ് എന്ന് പറയുന്നുണ്ട്, പക്ഷെ സ്പെസിഫിക് അല്ല, ഇത്ര മണിക്ക് എന്നുള്ളത് പറയുന്നില്ല. അതുകൊണ്ട് അവിടെ ഇൻ യൂസ് ചെയ്യും. ഷീ ലൈക്സ് ടു ജോഗ് ഇൻ ദ മോർണിംഗ്. പിന്നെ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ, ഇറ്റ്സ് ടു കോൾഡ് ഇൻ വിന്റർ ടു റൺ ഔട്ട്സൈഡ്. ഇറ്റ്സ് ടു കോൾഡ് in winter to run outside. ഇവിടെ എന്താണ് വന്നത്? ഏതാണ് ടൈമിനെ സ്പെസിഫൈ എന്ന് വെച്ചാൽ ടൈമിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിൽ ഏതാണ്? ആരെങ്കിലും പറയും. സോറി, ഒന്നുകൂടെ പറഞ്ഞേ. വിന്റർ സീസൺ അല്ല? യെസ്, അതന്നെ, സീസൺ. ഒരു ഇയറിലെ പ്രത്യേക ഒരു ടൈമാണ്, അതായത് ഒരു സീസൺ ആണ് വിന്റർ, അല്ലെ? വിന്റർ എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വിന്റർ ഉണ്ടാവുന്ന ടൈം പലതും ഉണ്ട്, അതായത് മന്ത്സ് കുറച്ചുണ്ട്. ഏതൊക്കെയാണ്? നവംബർ തൊട്ട്, നമുക്ക് നമ്മുടെ നാട്ടിൽ നവംബർ തൊട്ട് ഒരു ജനുവരി എന്ന് വിചാരിക്കാം. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ സമ്മർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ 3 മാസത്തിൽ ഏതാണെന്ന് പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ല. ഒരു മന്തോ ഒരു ഡേറ്റോ ഒന്നും എടുത്ത് പറഞ്ഞിട്ടില്ല പ്രത്യേകം. പറഞ്ഞത് എന്താ? വിന്ററിൽ പുറത്ത് പോയി ഓടാനൊക്കെ ബുദ്ധിമുട്ടാണ്, എന്താ ഭയങ്കര തണുപ്പാണ് എന്ന് പറയുകയാണ്. അപ്പോൾ വിന്റർ എന്ന് പറയുന്നത് ഒരു സീസണെ മാത്രമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതാണ് ടൈമിനെ ഇൻഡിക്കേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ വിന്ററിൽ ഏത് മന്ത് ആണെന്ന് സ്പെസിഫൈ ചെയ്ത് പറയാത്തത് കൊണ്ട് അവിടെ എന്ത് യൂസ് ചെയ്യും? ഇൻ യൂസ് ചെയ്യും. ഇനി അടുത്ത എക്സാമ്പിൾ, he started the job in 1971. Okay, he started the job in 1971. ഇതിൽ ഏതായിരിക്കും ടൈമിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഓക്കെ, 1971. അതായത് ഒരു ഇയർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇയറിൽ എപ്പോഴാണ് ആള് വർക്ക് സ്റ്റാർട്ട് ചെയ്തെന്നുള്ളത് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഇന്ന മന്തിൽ സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ ഇന്ന മന്തിൽ ഇന്ന ദിവസം സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. ഒരു 1971 സ്റ്റാർട്ട് ചെയ്തു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഒരു ഇയറിനെ മാത്രമേ സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ, പക്ഷെ പ്രത്യേകം ഒരു ഡേറ്റിനെയോ ഡേയോ ഒരു ടൈമിനെയോ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഇൻ യൂസ് ചെയ്തു. ഒരെണ്ണം കൂടെ, he is going to quit in August. He is going to quit in August. Okay, he is going to quit in August. ഇവിടെ ഓഗസ്റ്റ് ആണ് ടൈമിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ടൈമിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു വർഷത്തിലെ ഓഗസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഓഗസ്റ്റില് ഏത് ഡേറ്റിലാണ്, ഏത് ടൈമിലാണ്, ഏത് ഡേയിലാണ് എന്നൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഓഗസ്റ്റിൽ എന്ന് വേണമെങ്കിലും ആവാം. ഓഗസ്റ്റിൽ ക്വിറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സ്പെസിഫൈഡ് ടൈം, ഡേറ്റ് ഓർ ഡേ, ഇത് മൂന്നും അല്ലാത്തത് കൊണ്ട് നമ്മളിവിടെ ഇൻ യൂസ് ചെയ്തു. ഓക്കെ, ഈ 3 പ്രിപ്പോസിഷൻസ് ഇൻ ടൈം, അത് മനസ്സിലാവാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഓക്കെ, കാരണം ഇതോടുകൂടി ടൈമിന്റെ പ്രിപ്പോസിഷൻ തീർന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ റിലേഷൻ ഉണ്ട്. എന്താ? രണ്ടിലും സെയിം പ്രൊനൗൺസ് ആണ്, പ്രിപ്പോസിഷൻസ് ആണ് യൂസ് ചെയ്യുക. ഏതൊക്കെയാ അത്? സെയിം തന്നെ, സെയിം പ്രിപ്പോസിഷൻസ് തന്നെയാണ് പ്ലേസിലും യൂസ് ചെയ്യാം. അറ്റ്, ഓൺ ആൻഡ് ഇൻ, സെയിം തന്നെ. ഇതിപ്പോൾ പഠിക്കാൻ എളുപ്പമായില്ലേ? ടൈമിലും പ്ലേസിലും യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള പ്രൊനൗൺ ആണ് ഏതൊക്കെ? അറ്റ്, ഓൺ, ഇൻ. ഓക്കെ, ഇനി ഓരോന്നായിട്ട് എവിടെയാണ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞുതരാം.
അറ്റ് എവിടെയാണ് യൂസ് ചെയ്യുക? വി യൂസ് അറ്റ് ഫോർ സ്പെസിഫിക് അഡ്രസ്സസ്. ഇത് തമ്മിൽ റിലേഷൻ, ഞാനത് ഈ ടോപ്പിക് എടുത്തു കഴിഞ്ഞിട്ട് കണ്ടുപിടിക്കാൻ ഈസിക്ക് ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒരു റിലേഷൻ ഉണ്ട് ഇത് രണ്ടും തമ്മിൽ. ഓക്കെ, പറഞ്ഞുതരാം. വി യൂസ് അറ്റ് ഫോർ സ്പെസിഫിക് അഡ്രസ്സസ്. എന്താണ് സ്പെസിഫിക് അഡ്രസ്സസ്? അതായത് സ്പെസിഫിക് ആയിട്ട് ഒരു വീട് അല്ലെങ്കിൽ ഒരു അഡ്രസ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു പർട്ടിക്കുലർ വീട്, ആ ഒരു പ്ലേസിനെ എടുത്ത് പറയാം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഷോപ്പ്, ഇന്ന സ്ഥലത്തുള്ള ഇന്ന ഷോപ്പ് എന്ന് പർട്ടിക്കുലർ ആയിട്ട് പറയുകയാണെങ്കിൽ അവിടെ അറ്റ് യൂസ് ചെയ്യും. ഓക്കെ, അതിന് ഒരു എക്സാമ്പിൾ, ജോസഫ് ലീവ്സ് അറ്റ് 55 ബോററ്റ്സ് റോഡ് ഇൻ പൂനെ. അത് ഈ ബുക്കിലുള്ള ഒരു എക്സാമ്പിൾ ആണ്. നമുക്ക് നമ്മുടെ നാട്ടിലത്തെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയാണ് എൻ്റെ വീട്. ഓക്കെ, നവ്യ ലീവ്സ് ഇൻ പർട്ടിക്കുലർ ഇന്ന ഹൗസിൽ, ഇത്രയും ഹൗസ് നമ്പറിൽ, അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് നമ്പർ ഇന്നത്, ഇന്ന അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് എന്ന് പ്രത്യേകം എടുത്ത് പറയാണ്, ഇന്ന വീട്ടിലാണ് എന്ന് പ്രത്യേകം എടുത്ത് പറയാൻ, സ്പെസിഫിക് ആയിട്ട് ഒരു അഡ്രസ്സിനെ എടുത്ത് പറയുകയാണെങ്കിൽ അറ്റ് യൂസ് ചെയ്യും. ആരോ വന്നിട്ട് പോകും. ഇപ്പൊ ജോയിൻ ചെയ്തവര് പ്രിപ്പോസിഷൻ ആണ് എടുത്തോണ്ടിരിക്കുന്നത്. പ്രിപ്പോസിഷന്റെ ടൈമിന്റെ പ്രിപ്പോസിഷൻസ് എടുത്തു കഴിഞ്ഞു. അത് ലക്ഷ്മി ഇടും, വീഡിയോ ഇടും കേട്ടോ, റെക്കോർഡ് ചെയ്തത്. അപ്പൊ അത് നോക്കി പഠിക്കാം. ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത് പ്രിപ്പോസിഷൻസ് ഓഫ് പ്ലേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അറ്റ്, ഓൺ, ഇൻ. ഓക്കെ, അതില് അറ്റില് സ്പെസിഫിക് അഡ്രസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അറ്റ് യൂസ് ചെയ്യും. ഇനി ഓൺ കേട്ടോ. We use on to designate names of streets, avenues, etc. അതായത് ഇപ്പൊ നമ്മള് ഇപ്പൊ നേരത്തെ പറഞ്ഞ എന്താ, അറ്റ് യൂസ് ചെയ്യുന്നത് എന്താ, ഒരു പർട്ടിക്കുലർ വീടിനെ എടുത്ത് പറയുകയാണെങ്കിൽ. അല്ലെങ്കിൽ ഇപ്പൊ പറയാണ് ഈ സ്ട്രീറ്റില്, ഇന്ന സ്ട്രീറ്റിലാണ്, ഇപ്പോൾ ഈ സ്കൂള് ആ സ്ട്രീറ്റിലാണ് ഉള്ളത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുന്ന ഹൗസ്, ആ വീട് ഇന്ന സ്ട്രീറ്റിലാണ് ഉള്ളത്. ഓക്കെ, അങ്ങനെ പ്രത്യേകം ഒരു സ്ട്രീറ്റിന്റെ പേരാണ് പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെ മാത്രം സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഏത് യൂസ് ചെയ്യും? ഓൺ യൂസ് ചെയ്യും. നെയിംസ് ഓഫ് സ്ട്രീറ്റ്സ്, avenues, etc. Okay, അതിന് ഉദാഹരണം, her house is on ബിർള മാർഗ്. അല്ലെങ്കിൽ ഇപ്പൊ പറയാം, ഇപ്പൊ തൃശ്ശൂരൊക്കെ എന്താ പറയാ, ഇക്കണ്ട വാര്യർ റോഡ് എന്നൊക്കെ പറയൂലേ. അപ്പം ഈ ഷോപ്പ് ഇക്കണ്ട വാര്യർ റോഡിലാണ് എന്നുള്ളത് പറയുമ്പോൾ അപ്പൊ ആ ഒരു സ്ട്രീറ്റിനെയാണ് പറയുന്നത്. അപ്പൊ അവിടെ ഏതാ യൂസ് ചെയ്യാ? ഓൺ എന്നാണ് യൂസ് ചെയ്യുക. ഈ ഷോപ്പ് ഇക്കണ്ട വാര്യർ റോഡിലാണ് എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ ഫ്രണ്ടിൽ, ഇക്കണ്ട വാര്യർ റോഡ് എന്നുള്ളതിന്റെ ഫ്രണ്ടിൽ ഓൺ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഒരു സ്ട്രീറ്റോ അവന്യൂ എടുത്ത് പറയുകയാണെങ്കിൽ മാത്രം. അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള അഡ്രസ്സ് അല്ല പറയുന്നത്. ഓക്കെ, സ്പെസിഫിക് ആയിട്ടുള്ള അഡ്രസ്സ് പറയുമ്പോൾ അറ്റ്, അത് പ്രത്യേകം ഇന്നയാളുടെ പേര്, ഇന്നയാളുടെ വീട്, വീടിന്റെ നമ്പർ, അല്ലെങ്കിൽ ഇപ്പം റെസിഡൻസ് അസോസിയേഷൻ നമ്പർ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, ആ നമ്പർ എടുത്ത് പ്രത്യേകം എടുത്ത് പറയുകയാണെങ്കിൽ ആണ് അറ്റിട. അല്ലെങ്കിൽ ഇന്ന ഓഡിറ്റോറിയത്തിന്റെ നെയിം ഇട്ടിട്ട് ഇന്ന ഓഡിറ്റോറിയം എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അറ്റ്. ഓക്കെ, അല്ല എന്താ പറയാ, ഒരു ഷോപ്പിൽ, ഞാനിപ്പോ ഈ കണ്ടവാരിയിലുള്ള ഒരു ഷോപ്പിലാണ് ഞാനുള്ളത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആ ഷോപ്പിന്റെ പേര് പ്രത്യേകം എടുത്ത് പറയുന്നില്ല. പക്ഷെ അവന്യൂ, ആ സ്ട്രീറ്റ് ഏതാണെന്നുള്ളത് പറയുന്നുണ്ട്. അങ്ങനെയുള്ളിടത്ത് നമ്മൾ ഓൺ എന്നാണ് യൂസ് ചെയ്യുക. കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ്, ഇൻ എവിടെയാണ് യൂസ് ചെയ്യുക? വി യൂസ് ഇൻ ഫോർ the names of land areas. അതായത് ഇപ്പോൾ ടൗൺസ്, കൺട്രീസ്, സ്റ്റേറ്റ്സ് ആൻഡ് കോണ്ടിനെന്റ്സ്, ഇതിനെ പറ്റിയൊക്കെ അത് മാത്രമേ സ്പെസിഫൈ ചെയ്യുന്നുള്ളൂ. അതായത് ഇപ്പം എന്താ പറയാ,
ഇപ്പൊ ഒരു സ്ഥലം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇന്ത്യ ഗേറ്റ് മുംബൈയിലാണ്, സോറി ഡൽഹിയിലാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യ ഗേറ്റ് എവിടെയാണ്, ഡൽഹിയിലാണ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ എന്താ പറയാ, ഇന്നാണ് വരിക അല്ലെ. മുംബൈയിലാണ്, സോറി മുംബൈ തന്നെ വായിലൊന്നുമില്ല, ഡൽഹിയിലാണ് എന്ന് പറയുകയാണെങ്കിൽ ഡൽഹിയിലാണ്, ഇന്ന സ്ഥലത്താണ് എന്നാൽ ഇന്ന അവന്യൂലാണ് അങ്ങനെ പറയുന്നില്ല. ഓക്കെ, ഇന്ത്യ ഗേറ്റ് എവിടെയാണ്, ഡൽഹിയിലാണ്, അത്രേ പറയുന്നുള്ളൂ. അപ്പൊ ഡൽഹിയിലാണ് ഒരു പ്രത്യേക സ്ഥലം, ഒരു സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, അല്ലെങ്കിൽ ഒരു കൺട്രി, ഒരു കോണ്ടിനെന്റ്, അങ്ങനെ ഒരു പ്രത്യേകം അതായത് ഒരു വലിയ സ്ഥലം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും, ഇത് ഓരോന്ന് പഠിച്ചു വരുമ്പോൾ മനസ്സിലാവുണ്ടാവും. എന്ന് പറയുമ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരാളെ പറയുന്നു. ഓണ് വരുമ്പോ എന്താ, ഒരു വഴി മാത്രം പറയുന്നു. ഇൻ വരുമ്പോ എന്താ, ഒരു വലിയൊരു ലൊക്കാലിറ്റി, ഒരു ടൗണോ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റോ ഒരു സ്റ്റേറ്റോ ഒരു കൺട്രിയോ ഒരു കോണ്ടിനെന്റോ ഏതെങ്കിലും ഒരു വലിയൊരു സ്ഥലത്തിന്, ഒരു വലിയൊരു ജോഗ്രഫിക്കൽ ഏരിയനെ ഇൻഡിക്കേറ്റ് ചെയ്ത് പറയുമ്പോൾ, അതിനെ മാത്രം ചൂണ്ടി പറയുമ്പോൾ നമ്മൾ എന്ത് പറയും, ഇൻ എന്നുള്ളത് യൂസ് ചെയ്യും. ഓക്കെ, ലാൻഡ് ഏരിയാസ്. ഓക്കെ, ലാൻഡ് ഏരിയാസ് എന്നാണ് അതിന് പറയാം, ലാൻഡ് ഏരിയാസ്. ലാൻഡ് ഏരിയാസ് എന്ന് പറയുമ്പോൾ അതായത് ഒരു വലിയൊരു സ്ഥലം, ഒരു വലിയൊരു ജോഗ്രഫിക്കൽ ഏരിയ, അതിനെയാണ് പറയുന്നത് ലാൻഡ് ഏരിയാസ് എന്ന്. ഒരു വലിയൊരു സ്ഥലത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്ത് പറയുമ്പോൾ നമ്മൾ ഇൻ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇത് മൂന്ന് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഷീ ലിവ്സ് ഇൻ വൈക്കം. ഷീ ലിവ്സ് ഇൻ വൈക്കം, വൈക്കത്താണ് അവൾ താമസിക്കുന്നത്. പക്ഷെ വൈക്കത്ത് ഏത് സ്ട്രീറ്റിലാണ് അല്ലെങ്കിൽ ഏത് വീട്ടിലാണ് എന്നുള്ളത് പറയുന്നില്ല. ഷീ ലിവ്സ് ഇൻ വൈക്കം, ആ ഒരു സ്ഥലം മാത്രം പറയുന്നു, ഒരു ടൗണിനെ പറയുന്നു. അതുപോലെ വൈക്കം ഈസ് ഇൻ കോട്ടയം, വൈക്കം ഈസ് ഇൻ കോട്ടയം, കോട്ടയത്താണ് വൈക്കം, അത്രേ പറയുന്നുള്ളൂ. ഇപ്പൊ കോട്ടയം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിന്റെ മുന്നിൽ അതിന്റെ ഫ്രണ്ടിൽ ഇൻ യൂസ് ചെയ്തു. ഈ മൂന്നെണ്ണം മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞത് പ്ലേസിന്റെ കാര്യമാണ് പറഞ്ഞത് അല്ലെ, പ്ലേസിന്റെ കാര്യം പറഞ്ഞു. ഇനി അടുത്ത് പറയുന്നത് പ്രിപ്പോസിഷൻ ഓഫ് ലൊക്കേഷൻ. പ്രിപ്പോസിഷൻ ഓഫ് ലൊക്കേഷൻ എന്താണ്? ലൊക്കേഷനും പ്ലേസും തമ്മിൽ ഇപ്പൊ ഡൗട്ട് വരാം. പ്ലേസും ലൊക്കേഷനും ഒക്കെ ഒരേപോലെ അല്ലേ, ഒന്നല്ലേ എന്ന് തോന്നാം. പക്ഷെ അല്ല, ഡിഫറൻസ് ഉണ്ട്. അതെന്താന്നുള്ളത് ഇപ്പം ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അതിന് മുന്നേ ലൊക്കേഷന്റെ പ്രിപ്പോസിഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് പറയാം. സെയിം തന്നെയാണ്, അതായത് ടൈമിലും പ്ലേസിലും യൂസ് ചെയ്ത സെയിം പ്രിപ്പോസിഷൻസ് തന്നെയാണ് ലൊക്കേഷനും യൂസ് ചെയ്യുന്നത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഏതൊക്കെയാ? ഇന്ന്, അറ്റ്, ഓൺ, സെയിം പ്രിപ്പോസിഷൻസ് തന്നെ. ഓക്കെ, അപ്പൊ ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യാന്നുള്ളത് കാണാം. ഇന്ന് എവിടെയാണ് യൂസ് ചെയ്യാം? ഇന്നിപ്പോ പറയാണ് ഇൻ ദ ബെഡ്, അല്ലെങ്കിൽ ഇൻ ദ ബെഡ്റൂം, ഇൻ ദ കാർ, ഇൻ ദ ക്ലാസ്, ഇൻ ദ ലൈബ്രറി, അല്ലെങ്കിൽ ഇൻ ദ സ്കൂൾ. ഇന്ന പർട്ടിക്കുലർ ആയിട്ട് ഇന്ന സ്ഥലത്ത് എന്ന് പ്രത്യേകം എടുത്ത് പറയുകയാണ്. ഇന്നെന്നുള്ളതിന്റെ മീനിങ് എന്താണ്? ഇന്നെന്നുള്ളതിന്റെ മീനിങ് എന്താ വരിക? ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മീനിങ് പറയാവുന്നത് എന്താ? ഉള്ളിൽ, അതിന്റെ ഉള്ളിൽ, അതിന്റെ അകത്ത്. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താ വരിക? അതിന്റെ ഉള്ളിൽ, അകത്ത് എന്നുള്ള മീനിങ് കൊടുക്കാം നമുക്ക്. അപ്പൊ അതായത് ഇൻ ദ ബെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെഡില്, ബെഡിന്റെ ഉള്ളില്, ബെഡിന്റെ ഉള്ളിൽ എന്നല്ല, ബെഡില്, ബെഡുമ്മേ എന്നുള്ള അർത്ഥം. ഇൻ ദ ബെഡ്റൂം, ബെഡ്റൂമിന്റെ ഉള്ളില്. ഇൻ ദ കാർ, കാറിന്റെ ഉള്ളില്. അങ്ങനത്തെ ഒരു മീനിങ് ആണ് വരിക ഇൻ എന്ന് വരുമ്പോ. അത് പ്രത്യേകം എടുത്ത് പറയാണ്, ഇൻ ദ ബെഡ്, ഇൻ ദ ബെഡ്റൂം, ഇൻ ദ കാർ എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയുകയാണെങ്കിൽ എന്ത് യൂസ് ചെയ്യും? ഇൻ യൂസ് ചെയ്യും.
പിന്നെ ഇതേ സംഭവം തന്നെ ഇപ്പോൾ അറ്റ് ക്ലാസ്, അറ്റ് ഹോം, അറ്റ് ലൈബ്രറി, അറ്റ് ദ ഓഫീസ്, അറ്റ് സ്കൂൾ, അറ്റ് വർക്ക് എന്നും പറയും. ഇവിടുത്തെ മീനിങ് എന്താ വരിക? അറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതില്, അതിൽ എന്നുള്ളത്. അറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്നുള്ള അർത്ഥമാണ് വരിക. ഓക്കെ, അറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്ന് വെച്ചാൽ ഇൻസൈഡ് എന്ന് പറയാം. ഞാൻ അത് എഴുതി വെക്കരുത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതുന്നതാണ്. ഇൻസൈഡ്, അതിൻ്റെ ഉള്ളിൽ എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. അത് ഒരിക്കലും ഇത് ഒഫീഷ്യൽ അല്ല കേട്ടോ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുന്നതാണ്. അറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ, ദർ എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. ഓക്കെ, അതിൻ്റെ അവിടെ എന്നുള്ള അർത്ഥം. ഓൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാ വരിക? സെയിം തന്നെ വരും. ഓൺ ദ ബെഡ്, ഓൺ ദ സീലിംഗ്, ഓൺ ദ ഫ്ലോർ. അപ്പോൾ ഓൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതിൻ്റെ മുകളിൽ എന്നുള്ള അർത്ഥമാണ് വരിക. മുകളിൽ, അതിൽ മേൽ, അതിൻ്റെ മേൽ എന്നുള്ള അർത്ഥമാണ് വരിക. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ എന്നുള്ള അർത്ഥം. അറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അല്ലെങ്കിൽ ദർ. ഓക്കെ, ഈ ദർ എന്നുള്ളതൊന്നും എഴുതി വെക്കരുത്, നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ എഴുതി വെക്കാം, അത്ര തന്നെ. പക്ഷെ ഇത് ഒഫീഷ്യൽ അല്ല. ഓക്കെ, പിന്നെ ഓൺ എന്ന് പറയുന്നത് എന്താണ്? അതിന്മേൽ, അല്ലെങ്കിൽ വേണമെങ്കിൽ പറയാം എബവ്, ഓൺ ദ ടോപ്പ് എന്ന് പറയില്ലേ, മേലെ, അതിൻ്റെ മേലെ എന്നുള്ള അർത്ഥമാണ്. എബവ് എന്ന് വേണമെങ്കിൽ പറയാം. മീനിങ് അതാണ്, മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻസൈഡ്, ഉള്ളിൽ എന്നുള്ള അർത്ഥം വരുന്ന സ്ഥലത്ത് നമ്മൾ എന്തെങ്കിലും ലൊക്കേഷൻ പറയുമ്പോൾ ഇൻസൈഡ് എന്നുള്ള വരുന്ന അർത്ഥം വരുന്നിടത്ത് ഇന്ന് യൂസ് ചെയ്യും. അവിടെ എന്ന അർത്ഥം വരുന്ന സ്ഥലത്ത് നമ്മൾ അറ്റ് യൂസ് ചെയ്യും. പിന്നെ അതിന്റെ മുകളിൽ, അതിന്മേൽ എന്നുള്ള അർത്ഥം വരുന്നിടത്ത് നമ്മൾ ഓൺ യൂസ് ചെയ്യും. ഓക്കെ, ഇത് നിങ്ങൾ മറ്റേതുപോലെയല്ല, ഇത് ഇത്തിരി കൺഫ്യൂഷൻ വരുന്ന സാധനമാണ്. അത് അതായത് സിറ്റുവേഷൻ അനുസരിച്ച്, ഇപ്പൊ നിങ്ങൾക്ക് തന്നിട്ടുള്ള സെന്റൻസ് എന്താണ്, അതിന്റെ മീനിങ് എന്താണ്, അതിനനുസരിച്ച് വേണം ഈ മൂന്നെണ്ണം യൂസ് ചെയ്യാനായിട്ട്. മറ്റേ നമുക്ക് സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നുണ്ട്. അതായത് പേര് പറയുന്നിടത്ത് അല്ലെങ്കിൽ ഡേറ്റ് പറയുന്നിടത്ത് അങ്ങനെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഇതിന് മീനിങ് നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. നേരത്തെ എന്തായിരുന്നു? നൗണ് എന്താണോ, നൗണിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സെന്റൻസിന്റെ മീനിങ് എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം ഈ ഇന്ന്, അറ്റ്, ഓൺ എന്നുള്ളത് പ്ലേസ് ലൊക്കേഷൻ എന്നുള്ളിടത്ത് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിക്കാം. ലൊക്കേഷൻസിൽ യൂസ് ചെയ്യുന്നത് കൺഫ്യൂസിംഗ് ആണ്, പക്ഷെ എക്സാമ്പിൾ കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ അതിന്റെ എക്സാമ്പിൾസ്, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ട് തരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. മറ്റേ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ തന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഈ പോർഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം, അത് പ്രിപ്പോസിഷൻ എന്നുള്ള പോർഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം ഉള്ള ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം കേട്ടോ, കാരണം അതിലെല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലൊക്കേഷൻ്റെത് ഇന്നല്ലെങ്കിൽ നാളെ രാവിലെ ആയിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് ഇട്ടുതരാം, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പം അതൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ആ ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞ് ആ ഒരു പറ്റണവരൊക്കെ അപ്പം തന്നെ ചെയ്ത് എനിക്കൊന്ന് അയച്ചു തരാം. മാക്സിമം ഒരു കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ചെയ്ത് അയച്ചു തരാം കേട്ടോ. കാരണം ചിലവർ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ എനിക്ക് അയച്ചു തന്നത്, 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് മറ്റേതിൻ്റെ ആൻസറൊക്കെ അയച്ചു തന്നത്. ഓക്കെ, അങ്ങനെ നീട്ടി വെക്കരുത്, കാരണം നിങ്ങൾ പഠിച്ചത് മറന്നു പോകും. അതുകൊണ്ടാണ് പഠിച്ചത് പെട്ടെന്ന് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്, കാരണം ഗ്രാമറാണിത്, പെട്ടെന്ന് മറന്നു പോവും. പ്രാക്ടീസ് ചെയ്താലേ കിട്ടുള്ളൂ. അപ്പം അത് മാക്സിമം നേരത്തെ ചെയ്യാൻ ശ്രമിക്കുക. ഒരു ഇത്തിരി സമയം വേണ്ടു അത് ചെയ്യാനായിട്ട്. ഒരു 10-20 ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇട്ട് തരുന്നത്, അത് ജസ്റ്റ് ചെയ്യാനായിട്ട് ഇത്തിരി സമയം വേണ്ടു. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം ഒരു ഇത്തിരി സമയം കണ്ടുപിടിച്ച് മാക്സിമം നേരത്തെ ചെയ്യാം. ഓക്കെ, എനിക്കറിയാം പലരും പല സിറ്റുവേഷനിലാണ്, എന്നാലും ഞാൻ പറഞ്ഞതാണ്, കാരണം നിങ്ങൾക്ക് മറന്നു പോവും, പ്രാക്ടീസ് ചെയ്താലേ കിട്ടുള്ളൂ. ഇപ്പം ഞാൻ തരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമല്ല, അല്ലാതെ നിങ്ങൾ എടുത്ത് ചെയ്യുക. ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കിട്ടും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. അപ്പം അതെടുത്ത് ചെയ്ത് നോക്കുക. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുക കേട്ടോ. ഇനി ഒരു ടോപ്പിക്കും കൂടി എടുത്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അത് വലിയ ടോപ്പിക്കൊന്നുമില്ല, ഒരു ചെറുതാണ്. ഇനി അടുത്ത ഹെഡിങ് വരുന്നത് നോ പ്രൊപ്പോസിഷൻസ്. No prepositions.
അതായത് അവിടെ പ്രത്യേകിച്ച് പ്രിപ്പോസിഷന്റെ ആവശ്യം വരുന്നില്ല. അങ്ങനത്തെ ചില സിറ്റുവേഷൻസ് ഉണ്ട്, ചില വേർഡ്സ് ഉണ്ട്. അതിന്റെ മുന്നിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു പ്രിപ്പോസിഷൻ ഇടേണ്ട ആവശ്യമില്ല. അത് ഏതൊക്കെയാന്നുള്ളത് പറയാം. ഡൗൺ സ്റ്റെയർ, ഡൗൺ സ്റ്റെയർ, പിന്നെ ഡൗൺ ടൗൺ, നെക്സ്റ്റ് ഇൻസൈഡ്, outside, upstairs, uptown. ഓക്കെ, ഇത്രയും സാധനങ്ങളുടെ മുന്നിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രിപ്പോസിഷന്റെ ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? കാരണം അതിന്റെ പൊസിഷൻ അല്ലെങ്കിൽ അതിന്റെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ആ ഒരു സ്പെസിഫിക് സംഭവം ഉണ്ടല്ലോ, അതെന്താണെന്നുള്ളത്. ഇതിപ്പം മെയിൻ ആയിട്ട് ഇതെല്ലാം പറയുന്നത് പ്ലേസ് അല്ലെങ്കിൽ ലൊക്കേഷൻ, ഒരു പ്ലേസിനെയാണ് പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത്. ഓക്കെ, അതായത് ഡൗൺ സ്റ്റെയർസ്, ഡൗൺ ടൗൺ, ഇൻസൈഡ്, ഔട്ട്സൈഡ്, അപ് സ്റ്റെയർസ്, അപ് ടൗൺ, ഇതൊക്കെ ഒരു പ്രത്യേകതരം ഒരു പ്ലേസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ അതിൽ കാര്യമായിട്ട് അതിന്റെ മീനിങ് എന്താണെന്നുള്ളത് ആ ഒരു വേർഡിൽ തന്നെ പറയുന്നുണ്ട്. എന്ത്? ഡൗൺ സ്റ്റെയർ. ഡൗൺ സ്റ്റെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെയറിന്റെ താഴെ, സ്റ്റെയറിന്റെ താഴെ. അതായത് ഇപ്പൊ നമ്മൾ മേലെ നിൽക്കുന്നു, അപ്പൊ നമ്മൾ പറയുകയാണ് ഡൗൺ സ്റ്റെയർസിൽ പോയിട്ട് അത് എടുത്തിട്ട് വാ എന്ന് പറയുകയാണ്. അതായത് താഴത്തെ നിലയിൽ പോയിട്ട് എടുത്തിട്ട് വാ, അത്രയേ ഉള്ളൂ. ആ മീനിങ് തന്നെ ഈ വേർഡിൽ ആ മീനിങ് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു പ്രിപ്പോസിഷന്റെ ആവശ്യമില്ല. ഓക്കെ, അത് എന്താണ് പറയുന്നത് എന്നുള്ളത് അത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ പ്രിപ്പോസിഷന്റെ ആവശ്യമില്ല. നെക്സ്റ്റ് ഡൗൺ ടൗൺ. ഡൗൺ ടൗൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ആ ടൗണില് താഴെയുള്ള ടൗൺ. ഓക്കെ, താഴെയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തുള്ള ടൗൺ, അങ്ങനത്തെ ഒരു അർത്ഥമാണ്. അതേപോലെ തന്നെ അപ് ടൗണും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അങ്ങ് മേലെയുള്ള. അപ്പൊ നമ്മൾ എവിടെയാണ്, നമ്മുടെ പൊസിഷൻ ഏതാണ്, അതനുസരിച്ചാണ് നമ്മൾ പറയുക. ആ മേലെയുള്ള ആ ടൗണിൽ പോയിട്ട് അത് മേടിച്ചിട്ട് പോവാ, അല്ലെങ്കിൽ താഴെയുള്ള ടൗണിൽ പോയിട്ട് അത് മേടിച്ചിട്ട് പോവാ, അങ്ങനെ പറയൂലേ. അപ്പോൾ അത് നമ്മുടെ പൊസിഷൻ ഏതാണ്, നമ്മൾ പറയുന്ന ആളുടെ പൊസിഷൻ ഏതാണ്, അതനുസരിച്ചാണ് നമ്മൾ ഈ അപ് ടൗണും ഡൗൺ ടൗണും യൂസ് ചെയ്യുക. ഓക്കെ, അതേപോലെ അപ് സ്റ്റെയർസും ഡൗൺ സ്റ്റെയർസും യൂസ് ചെയ്യുന്നത് സെയിം തന്നെ. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, ഇപ്പൊ നമ്മൾ താഴെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അപ് സ്റ്റെയറിൽ പോയിട്ട് എന്റെ ബുക്ക് എടുത്തിട്ട് വാ എന്ന് പറയൂലേ. അപ്പൊ അപ് സ്റ്റെയർ, നമ്മൾ താഴെയാണ് നിൽക്കുന്നത്, അതുകൊണ്ട് നമ്മൾ പറയുന്നത് അപ് സ്റ്റെയറിൽ പോയിട്ട് വാ. അപ്പൊ പ്രത്യേകമായിട്ട് അപ്പ്, ഔട്ട്, ഇന്ന്, ഡൗണ്, പിന്നെ ഇവിടെ അപ്പ്, കണ്ട പ്രത്യേകം ഈ വേർഡ്സ്, ഫസ്റ്റത്തെ ഈ വേർഡ്സ് ആ ലൊക്കേഷനെ അല്ലെങ്കിൽ ആ ഒരു പ്ലേസിനെ ഇൻഡിക്കേറ്റ് ചെയ്ത് ഇതിന്റെ കൂടെ അതൊരു വേർഡായി മാറിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ മുന്നിൽ ഒന്നും നമ്മൾ പ്രിപ്പോസിഷൻ ഇടേണ്ട ആവശ്യമില്ല, പ്രത്യേക ഒരു പ്രിപ്പോസിഷന്റെ ആവശ്യമില്ല. ഔട്ട്സൈഡ്, ഔട്ട്സൈഡ് എന്ന് വെച്ചാൽ പുറത്ത് പോയിട്ട് വാ, അല്ലെങ്കിൽ ഞാൻ പുറത്ത് പോയിട്ട് വരാം. ഇൻസൈഡ്, ഉള്ളിലേക്ക് പോകാം. അപ്പം അത് ആ സ്ഥലം എന്താണ്, നമ്മൾ ആ പ്ലേസ് അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷൻ എന്താണെന്ന് നമ്മൾ പറയുന്നുണ്ട്, ഓൾറെഡി ആ വേർഡിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ മുന്നിൽ നമുക്ക് പ്രിപ്പോസിഷന്റെ ആവശ്യം വരുന്നില്ല. ഈ വേർഡ്സ് ആണ് പ്രിപ്പോസിഷൻ ആവശ്യമില്ലാത്ത വേർഡ്സ്. ഓക്കെ, ഇതൊരു ചെറിയൊരു ടോപ്പിക്കാണ്. ഇത് ബൈ ഹാർട്ട് പഠിക്കുക, വേറെ ഒന്നുമില്ല. ഈ തന്നിട്ടുള്ള 6 വേർഡ്സ് ബൈ ഹാർട്ട് പഠിക്കുക. നോ പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാത്ത സ്ഥലമാണ്, സോറി വേർഡ്സ് ആണ് ഇത് എന്നുള്ളത് ബൈ ഹാർട്ട് പഠിക്കുക, വേറെ ഇതൊന്നുമില്ല ഇതിൽ. ഓക്കെ, ഇത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറയാം. ഞാൻ എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ലൊക്കേഷന്റെ ചെയ്യാനുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇപ്പൊ തന്നെ ഇട്ട് തരാം. ഒരു കുറച്ച് സമയമുണ്ടല്ലോ, 9 മണിയാവണ വരെ. ആ സമയത്തിനുള്ളിൽ മാക്സിമം പേരും ഇപ്പൊ തന്നെ ചെയ്ത് അയച്ചു തരാം. മാക്സിമം ഇപ്പൊ തന്നെ ചെയ്ത് അയച്ചു തരാം. നാളെ മറ്റന്നാളത്തേക്ക്, അത് 2 ദിവസം കഴിഞ്ഞിട്ടൊന്നും അയക്കരുത്. കാരണം ഞാൻ ചിലപ്പോൾ നോക്കിയത് തന്നെ വരില്ല, കാണാൻ ഇനിയില്ല ചിലപ്പോൾ. അതുകൊണ്ട് ഇപ്പൊ തന്നെ മാക്സിമം അയച്ചു തരാം. ടൈം ഉണ്ട്, 9 മണിക്ക് ഉള്ളിലായിട്ട് എല്ലാവരും ചെയ്തിട്ട് 9 മണിക്ക് ശേഷം അതിൽ അയച്ചു തന്നാൽ മതി. ഈ 9 മണിക്ക് ഉള്ളിലായിട്ട് അത് ചെയ്തു തീർക്കാം.